ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനും അമ്മയും കൂടെ ഒന്ന് ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. 2 ഡേയ്സായിട്ട് എനിക്ക് നല്ല ടൂത്തേക്ക് മാറുന്നില്ല. പെയിൻ കില്ലർ കഴിച്ച് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡെൻറ്റിസ്റ്റിനെ കാണിക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി പോകുകയാണ്. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് പറയുകയാണ്. നമ്മുടെ പുതിയ ഗിവ് അവേ അലേർട്ടാണ്. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക. ഇത്തവണ ഗിവ് അവേ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന വ്യക്തിയെ അല്ല, നമ്മുടെ ഒരു സൂപ്പർ സബ്സ്ക്രൈബറിനെയാണ് ഇത്തവണ വിന്നറായി സെലക്ട് ചെയ്യുന്നത്. ഇനി ഞാൻ സൂപ്പർ സബ്സ്ക്രൈബർ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തരാം. സൂപ്പർ സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും കാണുകയും ലൈക്ക് ചെയ്യുകയും അതിന് താഴെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തുമാകാം, ഒരു സിമ്പിളാകാം, ഏതെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഈ വ്യക്തിയെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് തികയുന്ന ദിവസമായിരിക്കും. 500 സബ്സ്ക്രൈബേഴ്സ് തികയുന്ന ഡേ ആ ഒരു പേഴ്സണ്, അതായത് നമ്മുടെ സൂപ്പർ സബ്സ്ക്രൈബറിന് ഒരു ചെറിയ ക്യാഷ് പ്രൈസ് ആയിരിക്കും ഗിവ് അവേ ആയി നൽകാൻ പോകുന്നത്. എന്തായാലും പറഞ്ഞ് ലാസ്റ്റ് ഡെൻ്റൽ ക്ലിനിക്കിലെത്തി. വീട്ടിൽ നിന്ന് നടന്നു പോകുന്നതാണ്. ഡെൻ്റൽ ക്ലിനിക്ക് അടുത്തായതുകൊണ്ടാണ് നടന്നു പോകുന്നത്. ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ അകത്ത് കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഡോക്ടർ എന്തോ തിരക്കിലായിരുന്നു. 2 പേര്, ഡോക്ടറും ഒരു സ്റ്റാഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന വനിതയൊക്കെ ജസ്റ്റ് മറിച്ച് നോക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ അവിടെ ചുമ്മാ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ബാഗാണ്, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബാഗാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാനൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും റിസപ്ഷനിലുള്ള സ്റ്റാഫ് വന്നിട്ടുണ്ട്. സ്റ്റാഫ് വന്ന് നമ്മുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും ഏജും എന്താണ് പ്രോബ്ലം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നോട്ട് ചെയ്ത് പോയി. അതിനുശേഷം ഡോക്ടർ വിളിച്ചു. ഡോക്ടർ ചെക്ക് ചെയ്ത ശേഷം ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴേക്കും എൻ്റെ ടൂത്ത് വന്നിരിക്കുന്നതിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒന്ന് ചരിഞ്ഞാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല അത് ഡീക്കേയും ആണ്. അപ്പോൾ ഞാൻ റൂട്ട് കനാൽ ചെയ്യാൻ പറയുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും റൂട്ട് കനാൽ അല്ല പറഞ്ഞത്, പകരം അത് എടുത്ത് കളയാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആൻറ്റിബയോട്ടിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ എഴുതി തന്നു. അതുമായിട്ട് നേരെ മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെന്നിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോർ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ചേച്ചി വന്നത്. അവിടെ ചേച്ചി അപ്പുറത്ത് എങ്ങോട്ടോ പോയിരിക്കുമായിരുന്നു. പിന്നെ ആ ചേച്ചി വന്ന് മെഡിസിനൊക്കെ എടുത്ത് തന്നു. അതിനുശേഷം നേരെ മീൻ വാങ്ങിക്കാൻ പോയതാണ്. അന്ന് ആ കപ്പൽ മറിഞ്ഞ ഇഷ്യൂസ് ഉണ്ടായ ശേഷവും പിന്നെ കടൽ കൂടി കിടക്കുന്നത് കൊണ്ടും കടലിലെ മീനൊന്നും ഇപ്പോൾ കിട്ടാനില്ല. ചെന്നപ്പോഴേക്കും കായലിലെ കുറച്ച് മീനുകൾ മാത്രം, അതും വളരെ ചെറിയ മീനുകൾ, 1-2 മീനുകളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അമ്മയും അധികം ഈ മീൻ കഴിക്കാറില്ല. അമ്മ തീരെ കഴിക്കാറില്ല. ഞാൻ വറുത്താൽ ഇടയ്ക്ക് കഴിക്കുന്നേ ഉള്ളൂ. പപ്പ മാത്രമേ ഇത് കഴിക്കുകയുള്ളൂ. നിലവിൽ ഇച്ചായനും അച്ചുവും ഇല്ല ഇവിടെ. ഇച്ചായനും അച്ചുവും പപ്പയും മാത്രമാണ് ഇത് കഴിക്കുന്നത്. അതുകൊണ്ട് അമ്മ ആ ഒരു ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ കടയിൽ വന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇവിടെ വലിയ മധുരക്കിഴങ്ങും അതുപോലെ തന്നെ വലിയ വാഴക്കൂമ്പും ഒക്കെ ഇരിക്കുന്നത് കണ്ടേ. ഞാൻ ഇത്രയും വലിയത് ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ ചായക്കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്മ ഓർത്തു ഇതെന്താ അടച്ചിട്ടിരിക്കുന്നതെന്ന്. ഇവിടെ നല്ല വട കിട്ടുവേ. ഈ അപ്പൂപ്പനാണ്, ആ അപ്പൂപ്പനോട് സൈഡിൽ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ആ അപ്പൂപ്പനാണ് ഈ ചായക്കട നടത്തുന്നത്. നല്ല അടിപൊളി വട ഇവിടെ കിട്ടും. അതും വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആണ്. 5 or 6 റുപ്പീസ് ഇപ്പോഴും അവിടെ വടയ്ക്കുള്ളൂ. പിന്നെ അതിനുശേഷം നടന്നു വരുമ്പോഴേക്കും ഇവിടെ ഒരു ഇറച്ചിക്കടയുണ്ട്. ഇവിടെ ആട്ടിറച്ചിയാണ് അത് ഉള്ളത്. ശനിയാഴ്ച, ഞായറാഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ പള്ളിയുടെ സ്റ്റാളിൽ ചെന്നു. പള്ളിയുടെ സ്റ്റാളിൽ ചെന്നിട്ട് എൻ്റെ അമ്മയുടെ ബ്രദർ, അതായത് എൻ്റെ അങ്കിൾ മരിച്ചിട്ട് 25 വർഷം തികയുമാണ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ അതിന് വേണ്ടി ഒരു കുർബാനയൊക്കെ എഴുതിച്ചു. പിന്നെ പള്ളിയിൽ ചെന്നു. തങ്കിപ്പള്ളിയാണ്. കർത്താവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി പിൽഗ്രിംസ് വരുന്ന ഒരു പള്ളിയാണിത്. ഇവിടെ വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ ഉണ്ടായിരുന്ന കച്ചയുടെ പകർപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അതിനുശേഷം പ്രാർത്ഥിച്ചു. എണ്ണയൊക്കെ എടുത്ത് നെറ്റിയിൽ തൊട്ടു. അമ്മ അവിടുന്ന് കുറച്ച് എണ്ണ എടുത്ത് എൻ്റെ കവിളിൽ, പല്ലുവേദന ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും പള്ളി ഫുള്ള് ബലൂൺസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രവേശനോത്സവം കഴിഞ്ഞതുകൊണ്ടായിരിക്കും. കാറ്റഗിസം കുട്ടികളുടെ പ്രവേശനോത്സവത്തിൻ്റെ അടയാളമാണിത്. അപ്പോൾ അതിനുശേഷം ഞാനും അമ്മയും കൂടെ റോഡിലൂടെ പോവാതെ പള്ളിയുടെ ഫ്രണ്ടിലുള്ള ആ വഴി കൂടെ തന്നെ വീട്ടിലേക്ക് പോവാണ്. അമ്മ വാങ്ങിയ സ്നാക്സൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കണം. പല്ലുവേദന ആയതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സൊക്കെ അമ്മ വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പല്ലെടുക്കാൻ പോകുമ്പോൾ കാണാം. ബൈ.